ചോളം പുട്ടിനോടെ ഇതിനേക്കാളും മികച്ചൊരു കറി വേറെ ഇല്ല. നമ്മളുടെ ലിവർ കറി വെച്ചത് സൂപ്പറായിട്ടുണ്ട്. ചോളം പുട്ടും 2 വെറൈറ്റി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്തു പോകണം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലിവർ കിട്ടിയിരിക്കുകയാണ്. ലിവർ റോസ്റ്റ്. ഇന്നത്തെ പ്രോഗ്രാം വെച്ചാൽ ലിവർ റോസ്റ്റ്. നമുക്ക് പോയാലോ? ഓക്കെ, ബാ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ലിവർ എടുത്തിട്ടുണ്ട്. നല്ല ലിവർ, പിന്നെ നല്ല ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കരിയേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, ഗരം മസാല, പച്ചമുളക്, നമ്മൾ തേങ്ങാപ്പാൽ, ഇത്രയും എല്ലാം കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. നമ്മൾ കുക്കറിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആദ്യം ലിവറെല്ലാം ഇട്ട് കൊടുക്കണം. നമുക്ക് ലിവറെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ലിവറെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി മൊത്തത്തോടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കരിയേപ്പില ഇട്ട് കൊടുക്കാം. കരിയേപ്പില ഇത് 3 അല്ലി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് വേണ്ടിട്ടല്ലേ, 3 അല്ലി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ. അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇത്രയും മതി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. മുളക് പൊടി. ഗരം മസാല ഇടാം. ഗരം മസാല മതിയാവും. കുരുമുളക് ഇടാം. കുരുമുളക് മൊത്തം ഇടാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. പച്ചമുളക് ഇടാം. പച്ചമുളക്. ഇത് നമുക്ക് നല്ല വൃത്തിയൊന്ന് ഇങ്ങനെ യോജിപ്പിക്കാം. ഇനി ഒരു 2 ഫിസിലടിക്കുന്നത് വരെ കുക്കറിലിരിക്കട്ടെ. 2 ഫിസിൽ വരെ കുക്കറിലിരിക്കട്ടെ. അപ്പൊ 2 വിസിലായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മണം ഒരു രക്ഷയില്ലാത്ത മണം. സൂപ്പർ സാധനം. നല്ല മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സംതൃപ്തിയാണ്. അപ്പൊ നമുക്ക് ഇതിപ്പം തുറക്കാൻ പറ്റത്തില്ല. നമുക്കിന്ന് അകത്തുള്ള ഗ്യാസ് കളയണം. ഇത് നമുക്കിത് മാറ്റി വെക്കാം. ഉരുളി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് അതിന് ഗ്രേവി കൂട്ടിയെടുക്കാനുള്ളതാണ്. ചൂടാവട്ടെ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇത് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, സവാള, തേങ്ങാക്കൊത്ത് റെഡിയാക്കിയത്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. ഈ പുതനയില നമുക്ക് അവസാനത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറി സെറ്റാക്കി എടുക്കാം. ഇത് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു. സവാള ഇട്ട് കൊടുക്കാം. സവാള, തേങ്ങാക്കൊത്തും കുരുമുളകും. കുരുമുളക് പൊടിയല്ല, കുരുമുളക്. അപ്പോൾ നമുക്ക് അത്രയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് സവാളയും തേങ്ങയൊക്കെ ഈ പരുവം മതി. നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം.
മസാല ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എല്ലാം കൂട്ടി വയ്ക്കാം. മസാല നമ്മൾ ലിവറിൽ ചേർത്ത അതേ സെയിം മസാല തന്നെയാണ്, ഒരു ഐറ്റം മാത്രം കൂടുതൽ. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് നമ്മൾ ഇട്ടതാണ്, എന്നാലും നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കുരുമുളക് ഇട്ട് കൊടുക്കാം കുറച്ച്. അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് ചൂടായി വരണം. അപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത് നല്ല എല്ലാത്തിനും പിടിച്ച് സെറ്റായി വരണം. ബീഫ് അതിലടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയും ലിവറും ബീഫിൻ്റെ ലിവറും എല്ലാം കൂടെ സെറ്റായി വരണം. എന്താ മണമല്ലേ, എന്താ മണം ഒരു രക്ഷയില്ലാതെ സെറ്റും മണം സൂപ്പറായിട്ടുണ്ട്. നമ്മൾ നല്ല ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അതേ മണം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റും. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. മണം നമുക്ക് അടിപ്പിടിച്ച് തുടങ്ങി, ചെറുതായിട്ടൊക്കെ അടിപ്പിടിച്ച്. നല്ല ഇതായിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് പരുവായിട്ടുണ്ട്. നമുക്ക് ഇറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില, ജസ്റ്റ് ഒന്നുകൂടി ഇളക്കി മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. ടേസ്റ്റ് നോക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ചോളം പുട്ടാണ്. നല്ല ചോളത്തിൽ പൊടിച്ചെടുത്ത ചോളം പുട്ടാണ്. നമുക്ക് ഇതിലാണ് ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാനായിട്ട് നമുക്കിത് ഇറക്കാം. നല്ല ചൂടോടെ നോക്കാം. ആ ഒരു ചൂടും സൂപ്പറാണ്. രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യണം. ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചോളം പുട്ടിൻ്റെ കൂടെ ഇതിനേക്കാളും മികച്ചൊരു കറി വേറെ ഇല്ല. നമ്മൾ ലിവർ കറി വെച്ചത് സൂപ്പറായിട്ടുണ്ട്. ചോളം പുട്ടും രണ്ട് വെറൈറ്റി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് പോകണം. നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും കഴിക്കാനായിട്ട് സവാള അരിഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് അതിന് ടേസ്റ്റ് ഇല്ല.
ചോളം പുട്ടും ബീഫോണ് ടേസ്റ്റ് കൂടുതൽ. അത് സവാള വെറുതെ കഴിക്കാവുന്നേ ഉള്ളൂ, എന്നാലും ടേസ്റ്റ് എന്നാ ഇങ്ങോട്ടെ. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. എല്ലാവർക്കും ബൈ.